എനിക്ക് അന്യഗ്രഹങ്ങളിൽ നിന്ന് സിഗ്നലുകൾ പിക്കപ്പ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ അവതാരമാണെന്നോ അല്ലെങ്കിൽ എനിക്ക് ദൈവത്തിൻ്റെ, കാരണം അവർക്ക് ബോഡിയിൽ ഭയങ്കര എനർജിയാണ്. പഴയ കാലത്താണെങ്കിൽ മന്ത്രവാദം, കൂടോത്രം അങ്ങനെയൊക്കെ ആയിരിക്കും പറയുക. ഇപ്പോൾ അത് ഇതുപോലെ സ്പൈയിങ്, റേസ്, അയാൾ ചിലപ്പോൾ നിസ്സാരമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം തമാശയായിട്ട് പറഞ്ഞാൽ ഇദ്ദേഹം വിചാരിക്കുന്നത് എനിക്കെതിരായിട്ടാണെന്ന് വിചാരിച്ചിട്ട് ആൾ പോയി ആക്രമിക്കുക. ഈ വാതിൽ തുറന്നിട്ട് ഇപ്പോൾ പുറത്തു വരുന്ന ഒരാളാണ്, കുറച്ച് കഴിഞ്ഞാൽ ആ മുറിയിൽ നിന്ന് വേറൊരാൾ പുറത്തേക്ക് വരുന്നത്. അതായത് നമ്മുടെ ശരീരം ഇതാണ്, പക്ഷേ നമ്മുടെ പെരുമാറ്റവും സംസാരവും രീതിയൊക്കെ ഒരു സമയത്ത് ഒരാളുടെ പോലെയാണ്. ചെറിയ ഒരു 10-20 വയസ്സായ ഒരു കുട്ടിയോ അല്ലെങ്കിൽ ഒരാളോ അപ്പൂപ്പനെ പോലെയൊക്കെ സംസാരിക്കാൻ തുടങ്ങും. ശ്വസനം കൺട്രോൾ ചെയ്ത ലെവൽ വരെ ഡിപ്രസ്ഡ് ആകുമ്പോഴാണ് നമ്മൾ ഈ മദ്യപാനത്തിൽ മരിക്കുന്നത്. സുധകുമാരി മാഡം വിചാരിച്ചിരുന്നത് ഈ മരുന്നുകളെല്ലാം കേടാണ്, ഈ മരുന്നൊന്നും ആവശ്യമില്ല. മാഡത്തിന് ക്രമേണ മനസ്സിലായി ഇത് ഒരു രോഗം തന്നെയാണ്, ഇത് ചികിത്സിക്കണം. സൈക്കോസിസിന്റെ പല അവസ്ഥാന്തരങ്ങളെക്കുറിച്ചും കേട്ടിട്ടുണ്ട്, പക്ഷേ ഇത്ര ഭീകരമായ ഒരു വേർഷൻ ഇതാദ്യമാണ്. മൺചിത്രത്താഴ് എന്ന സിനിമയിലെ ഏറ്റവും പ്രസിദ്ധമായൊരു ഡയലോഗാണിത്. എന്താണ് സൈക്കോസിസ്? സൈക്കോസിസും സ്കീസോഫ്രീനിയയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇതേക്കുറിച്ചൊക്കെ നമ്മളോട് ഇന്ന് പങ്കുവയ്ക്കുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാനസികാരോഗ്യ വിഭാഗം മേധാവിയായ ഡോക്ടർ ഹാരിസ് എം തറയിൽ. ഈ മൺചിത്രത്താഴിലെ സൈക്കോസിസിൻ്റെ പല അവസ്ഥാന്തരങ്ങളെക്കുറിച്ചും കേട്ടിട്ടുണ്ട് എന്നുള്ള ആ ഡയലോഗ് കൂടെയാണ് എല്ലാവരും സൈക്കോസിസ് എന്നുള്ള വാക്കിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ എന്താണ് സൈക്കോസിസ്? സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ ഒരു ഗുരുതരമായ മാനസിക രോഗം എന്നുള്ളൊരു അർത്ഥത്തിലാണ്. അതിൻ്റെ അർത്ഥം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഹിസ്റ്റോറിക്കലി ഇങ്ങനെ ചരിത്രപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാലം കൊണ്ട് അതിൻ്റെ മാറ്റം വന്നിട്ടുണ്ട്. എന്തായാലും ഒരു ഗുരുതരമായ മാനസിക രോഗം എന്നുള്ള അർത്ഥത്തിലാണ്. ഗുരുതരം എന്ന് പറയുമ്പോൾ ഈ യാഥാർത്ഥ്യം ഉണ്ടല്ലോ, നമ്മൾ ജീവിക്കുന്ന ഒരു ഒബ്ജക്റ്റീവായിട്ടുള്ളൊരു യാഥാർത്ഥ്യം ഉണ്ടല്ലോ, വസ്തുനിഷ്ഠമായിട്ടുള്ളൊരു പരിസ്ഥിതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള വ്യക്തമായ രൂപങ്ങളില്ലാതെ അതിനെക്കുറിച്ച് മിഥ്യയായ ധാരണകൾ രൂപപ്പെടുന്ന ഒരവസ്ഥ. അപ്പോൾ അതായത് യാഥാർത്ഥ്യത്തിൽ നമ്മൾ കട്ട് ഓഫ് ആവുകയാണ്, ശരിക്കുള്ള റിയൽ ലോകത്താവില്ല. അതേസമയം റിയൽ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ കുറേ മിഥ്യാധാരണകൾ, മിഥ്യയായ ചില അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവുക. അങ്ങനെ നമ്മൾ കട്ട് ഓഫ് ആയിട്ട് അല്ലെങ്കിൽ ഒരു വേർപെട്ട ഒരു ജീവിതം കൂടെ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടാവും. അത് വേറെ ആർക്കും അറിയില്ല. അപ്പോൾ നമുക്ക് ചില മിഥ്യയായ ധാരണകളുണ്ടാവും. ചില ആൾക്കാർ നമുക്കെതിരാണ്, അവർ നമ്മളെ ഉപദ്രവിക്കും, കളിയാക്കും, അങ്ങനെ രീതിയിലുള്ള ചില വിശ്വാസങ്ങളുണ്ടാവാം. വേറെ ചില ആൾക്കാരെ സംബന്ധിച്ച് ചില ശബ്ദങ്ങൾ, അശരീരിയായിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കുക, അല്ലെങ്കിൽ ഇല്ലാത്ത കാഴ്ചകൾ അവർ കാണും. അപ്പോൾ അതുപോലെയുള്ള ധാരണകൾ നമുക്ക് എല്ലാവർക്കും ഇത് ഇടയ്ക്കുണ്ടാവാം. കുറച്ച് സമയം നമ്മളിപ്പോൾ ഉറങ്ങാതിരിക്കുകയോ അല്ലെങ്കിൽ വല്ലാതെ ടയേർഡായിരിക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിൽ ചെറിയൊരു നമ്മൾ ഫെറ്റീഗ്ഡ് ആയിരിക്കുകയോ മെൻ്റലി ഉള്ള അങ്ങനത്തെ സമയത്തൊക്കെ ചെറിയ തോതിൽ ആർക്കെങ്കിലുമൊക്കെ ചെറിയ തോതിൽ അനുഭവങ്ങൾ ഉണ്ടാവാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഉറക്കത്തിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചില ശബ്ദങ്ങൾ കേൾക്കാം, ആരോ നമ്മളെ പേര് വിളിക്കുന്ന പോലെയോ അങ്ങനെയൊക്കെ. അപ്പോൾ അത് ട്രാൻസിയൻ്റാണ്, വളരെ ഒരു താൽക്കാലികമാണ്. നമുക്കത് തിരിച്ചറിയുകയും ചെയ്യാം. പെട്ടെന്ന് നമ്മൾ റിയാലിറ്റിയിലേക്ക് മടങ്ങി വരും. നോർമൽ ആൾക്കാരെ സംബന്ധിച്ച് അത് വളരെ അപൂർവമാണ്, മനസ്സിലായില്ല. അപ്പം അങ്ങനെ അല്ലാതെ അതിലേക്ക് അങ്ങ് പൂർണ്ണമായി പോകുന്ന ഒരവസ്ഥയാണ് ഈ സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ. പൂർണ്ണമായിട്ടും ഒരു മിഥ്യാലോകത്തേക്ക് നമ്മൾ മാറുക, ഇല്ലാത്ത ധാരണകളും ഇല്ലാത്ത വിശ്വാസങ്ങളും ഇല്ലാത്ത അനുഭവങ്ങളും കാഴ്ചകളും ഒക്കെ ഉണ്ടാകുന്നവർ. ഇപ്പോൾ ഈ സൈക്കോസിസിലാണെങ്കിൽ ഇപ്പോൾ ഡില്യൂഷൻ, ഹാലൂസിനേഷൻ ഇങ്ങനത്തെ സംഭവങ്ങളാണല്ലോ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും കുറച്ചും കൂടി ലളിതമായിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഡില്യൂഷൻ, ഹാലൂസിനേഷൻ എന്നുള്ളതൊക്കെ ഈ സൈക്കോസിസിലുള്ള ആൾക്കാരിൽ ഏത് രീതിയിലാണ് പ്രകടമാവുക? അതായത് ഡെല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു വിശ്വാസമാണ്. നമ്മൾ ചില കാര്യങ്ങൾ അടിസ്ഥാനമില്ലാതെ വിശ്വസിക്കും. നമുക്കൊരു തെളിവ് വേണമല്ലോ ഒരു കാര്യം വിശ്വസിക്കാൻ. ഇപ്പോൾ സാധാരണ കാണുന്ന ഡെല്യൂഷനാണ് ഡെല്യൂഷൻ ഓഫ് പെർസിക്യൂഷൻ എന്ന് പറയും. അതായത് അടുത്ത വീട്ടിലെ ആൾ അല്ലെങ്കിൽ മറ്റൊരു ബന്ധു അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി, അങ്ങനെ ഒരാൾ നമുക്കെതിരാണ്, അയാൾ നമ്മൾക്ക് ദോഷം വരാനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ മന്ത്രവാദം ചെയ്തിട്ടാവാം, അല്ലെങ്കിൽ മറ്റു രീതിയിലായിരിക്കും. നമ്മളെ അവർ സ്പൈ ചെയ്യുന്നുണ്ട്, നമ്മളെ മൂവ്മെൻറ്റ്സ് വാച്ച് ചെയ്യുന്നുണ്ട്, അവർ നമ്മളെ ശ്രദ്ധിക്കുന്നു, നമ്മളെ മൂവ്മെൻറ്റ്സ് നോക്കുന്നു, നമ്മുടെ ഫോൺ എടുത്തിട്ട് നമ്മൾ നോക്കുന്നു. അല്ലെങ്കിൽ പഴയ കാലത്താണെങ്കിൽ മന്ത്രവാദം, കൂടോത്രം അങ്ങനെയൊക്കെ ആയിരിക്കും പറയുക. ഇപ്പോൾ അത് ഇതുപോലെ സ്പൈയിങ്, റേസ്, അല്ലെങ്കിൽ മറ്റേ ആൾക്കാരെ വെച്ചിട്ട് അല്ലെങ്കിൽ ക്യാമറ വെച്ച് പിടിക്കുന്നു, ആ രീതിയിലുള്ള കണ്ടൻറ്റ് മാറുന്നുണ്ട്. പക്ഷേ തീം സെയിം ആണ്. അതായത് മറ്റുള്ളവരെ എന്നെ നിരീക്ഷിക്കുന്നു, അവരെന്നെ അപായപ്പെടുത്താൻ നോക്കുന്നു. അപ്പോൾ അത് പല രീതിയിൽ പണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതുപോലെ എന്തെങ്കിലും കൂടോത്രം തന്നിട്ടെന്നൊക്കെയാണ്. ഇപ്പോഴത് മാറിയിട്ട് ഈ പറഞ്ഞ മാതിരി റേസ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ സ്പൈ ചെയ്യുന്നു, അല്ലെങ്കിൽ എൻ്റെ മുറിയിലേക്ക് ഗ്യാസ് കടത്തി വിട്ടിട്ട് എന്നെ കൊല്ലാൻ ശ്രമിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ആ രീതിയിലൊക്കെയുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഇത് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസം അവർക്കുണ്ട്. ഈ വ്യക്തി പറയുന്നത് ഇയാൾ എന്നെ എതിരാണ്, ഇയാൾ എന്നെ നശിപ്പിക്കും അല്ലെങ്കിൽ എന്നെ കൊല്ലും എന്നുള്ള ഒരു വിശ്വാസം. പക്ഷേ നമ്മൾ മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവരെല്ലാം പറയുന്നത് ഒരിക്കലും ഇല്ല, അയാൾ അങ്ങനത്തെ ഒരാളല്ല, അയാൾ അങ്ങനെ ചെയ്യില്ല. മാത്രമല്ല ഈ വ്യക്തി പറയുന്നതിന് ഒരു അടിസ്ഥാനമില്ല, ഒരു തെളിവ് ആയിട്ടൊരു സംഭവമില്ല. ഉദാഹരണത്തിന് എന്തെങ്കിലും ഭക്ഷണത്തിൽ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ വെറുതെ ആ വ്യക്തി അത് പറയുന്നതാണ്. അപ്പോൾ അതൊരു തെളിവില്ല.
അപ്പം പക്ഷേ ഇയാൾക്കത് രൂഢമൂലമായിട്ട് ആ വിശ്വാസമുണ്ട്, ഒരിക്കലും അയാളുടെ മനസ്സിൽ നിന്ന് അത് മാറുന്നില്ല. അതിനനുസരിച്ച് അയാളുടെ ചിന്താമണ്ഡലം ഒക്കെ മാറുകയാണ്. അപ്പോൾ ക്രമേണ അയാൾ ആ വിശ്വാസത്തിനനുസരിച്ച് അയാളുടെ ജീവിതം അഡ്ജസ്റ്റ് ചെയ്യാണ്. ഈ മനുഷ്യനുമായിട്ട് ബന്ധപ്പെടാതിരിക്കുക, അല്ലെങ്കിൽ അയാൾക്കെതിരെ പോയി ചിലപ്പോൾ കേസ് കൊടുക്കും, പോലീസ് സ്റ്റേഷനിൽ പോയി പരാതികൾ കൊടുക്കും, ആ രീതിയിലുള്ള കേസുകൾ റൈസ് ചെയ്യാം, അല്ലെങ്കിൽ മേലധികാരികളോട് പരാതി കൊടുക്കാം, അല്ലെങ്കിൽ അയാളെ ആക്രമിക്കാം. മനസ്സിലായില്ല, അയാൾ ചിലപ്പോൾ നിസ്സാരമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം തമാശയായിട്ടോ പറഞ്ഞാൽ ഇദ്ദേഹം വിചാരിക്കുന്നത് എനിക്കെതിരായിട്ടാണെന്ന് വിചാരിച്ചിട്ട് അയാൾ പോയി ആക്രമിക്കുക, ആ രീതിയിലൊക്കെ അപൂർവമായിട്ട് വരാം. അപ്പം ആ രീതിയിലുള്ളൊരു അന്ധമായ വിശ്വാസമാണ് ഡെലൂഷൻ. അതുപോലെ ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ഒരു സംഭവം നമ്മൾ കാണുക അല്ലെങ്കിൽ കേൾക്കുക. അത് നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളുണ്ടല്ലോ, കാഴ്ച, കേൾവി, മണം, രുചി, അങ്ങനെ പല ഇന്ദ്രിയങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിലെല്ലാത്തിലും ഹാലൂസിനേഷൻ വരാം. ഒരു പക്ഷേ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഭക്ഷണത്തിന് എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്, അതിൽ അയാൾ എന്തോ ചേർത്തിട്ടുണ്ട്, അങ്ങനെ. അപ്പോൾ അതൊരു ടേസ്റ്റ് സംബന്ധമായ ഒരു ഹാലൂസിനേഷനാണ്. അല്ലെങ്കിൽ ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുക. ഏറ്റവും കോമൺ ആയിട്ടുള്ളത് അശരീരികൾ കേൾക്കലാണ്. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് അവിടുന്ന് ശബ്ദം കേൾക്കുന്നു. അപ്പോൾ നമ്മൾ ജനലിൽ കൂടെ നോക്കുമ്പോൾ ആൾക്കാരെ പോകുന്നൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഇവരാരോ ഒരാളുണ്ട്, അയാൾ നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ റൂമിൽ സാധാരണ ഇവർ പറയുന്നത് സ്പീക്കർ വെച്ചിട്ടുണ്ട്, റൂമിനകത്ത് സ്പീക്കർ അല്ലെങ്കിൽ ക്യാമറ വെച്ചിട്ടുണ്ട്, അത് വെച്ച് ശബ്ദങ്ങൾ പറയുകയാണ്. ഇങ്ങനെയുണ്ട്, യഥാർത്ഥത്തിലുണ്ട്. അപ്പോൾ അത് പിന്നെ അതിനുള്ള പരിശോധനയായി. അപ്പോൾ മറ്റുള്ളവർ പറയും ഞങ്ങളിത് കേൾക്കുന്നില്ലല്ലോ എന്ന് പറയാൻ നിങ്ങൾക്ക് എന്തോ കുഴപ്പമാണ്, എൻ്റെ ചെവിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ കേൾക്കുന്നുണ്ട് എന്ന് അവർ ഉറച്ചങ്ങ് വിശ്വസിക്കുകയും ഇതിനനുസരിച്ച് പിന്നെയുള്ള എല്ലാ ജീവിതത്തിലുള്ള മാറ്റങ്ങൾ വരികയാണ്. അവരതിനനുസരിച്ച് എല്ലാ കാര്യവും. അപ്പോൾ ആ ഒരു വിശ്വാസങ്ങളാണ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഭ്രമാത്മക അല്ലെങ്കിൽ എന്താ പറയുക മിഥ്യാധാരണ അല്ലെങ്കിൽ മിഥ്യയായിട്ടുള്ള അനുഭവങ്ങൾ എന്ന് പറയുന്നത്. റിയൽ ആയിട്ടുള്ള അനുഭവങ്ങളല്ല. അതിനൊരു വസ്തുനിഷ്ഠമായിട്ട് ഒരു യാഥാർത്ഥ്യമില്ല. അപ്പോൾ നമ്മുടെ ചെവിയിലൊരു ശബ്ദം നമ്മൾ കേൾക്കണമെങ്കിൽ ഒരു സൗണ്ട് എനർജി വന്ന് നമുക്ക് ചെവി വൈബ്രേറ്റ് ചെയ്തിട്ടാണല്ലോ അത് ഉണ്ടാവുന്നത്. അങ്ങനെ ഉണ്ടാവുന്നേ ഇല്ല. അതിന് ശാസ്ത്രീയമായ ചില എക്സ്പ്ലനേഷൻസ് ഒക്കെ ഉണ്ട്. നമ്മുടെ ബ്രെയിനിൽ നിന്ന് തന്നെയാണ് അത്തരം ഇത് രൂപപ്പെടുന്നതെന്നൊക്കെയാണ് ഇപ്പോഴത്തെ കണ്ടെത്തലുകൾ പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞ ഈ സിംറ്റംസ് ഒക്കെ പല ലക്ഷണങ്ങൾ, ഇപ്പോൾ ഇല്ലാത്ത സാധനം കാണുക, ഇല്ലാത്ത വസ്തു കാണുക അല്ലെങ്കിൽ കേൾക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയല്ലേ സ്കീസോഫ്രീനിയയിലും പ്രകടമാകുന്നത്. അപ്പോൾ ഇത് രണ്ടും സൈക്കോസിസും സ്കീസോഫ്രീനിയയും തമ്മിലുള്ളൊരു കണക്ഷൻ എങ്ങനെയാണ്? നമ്മൾ സൈക്കോസിസ് എന്നുള്ള ഒരു വളരെ ബ്രോഡായിട്ടുള്ള ഒരു വാക്കാണ്. ഇപ്പോൾ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ വാഹനം കാറാവാം, ബസ്സാവാം, ഓട്ടോറിക്ഷ ആവാം, അല്ലെങ്കിൽ ബൈക്കാവാം, സ്കൂട്ടർ, അങ്ങനെ എന്തോ ആകാമല്ലോ. അതേപോലെ ഒരു ബ്രോഡർ ടേമാണ്, ഒരു ബ്രോഡ് ഹെഡിങ് ആണ് സൈക്കോസിസ് എന്നുള്ളത്. അതിനകത്ത് സാധാരണ നമ്മൾ 5-6 കണ്ടീഷൻസ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് സ്കിസോഫ്രീനിയ. അതുകൂടാണ്ട് സ്കിസോട്ടിപ്പൽ ഡിസോർഡർ എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്, ഡെല്യൂഷണൽ ഡിസോർഡർ എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്, അക്യൂട്ട് സൈക്കോസിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. അങ്ങനെ 4-5 കണ്ടീഷൻസ് ഉണ്ട്. അതെല്ലാം കൂടെ ചേർന്നാണ് സൈക്കോസിസ്. അതിലൊരു പ്രത്യേക തരത്തിലുള്ള സൈക്കോസിസ്, ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സൈക്കോസിക് കണ്ടീഷനാണ് സ്കിസോഫ്രീനിയ. ഈ ഞാൻ ഒരിടത്ത് വായിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഈ സ്കിസോഫ്രീനിയയിലാണോ എനിക്ക് ക്ലിയർ അല്ല, അതായത് അന്യഗ്രഹ ജീവികൾ വന്ന് നമ്മളെ ഇപ്പം അറ്റാക്ക് ചെയ്യും, അല്ലെങ്കിൽ ഇലോൺ മസ്ക് അല്ലെങ്കിൽ അങ്ങനത്തെ വിദേശ രാജ്യങ്ങളിലുള്ള വലിയ സ്ഥാനത്തിരിക്കുന്ന ആൾക്കാർ എന്നെ അറ്റാക്ക് ചെയ്യാൻ വരിക, അല്ലെങ്കിൽ ഞാനുമായിട്ട് സീക്രട്ടുകൾ കൈമാറുന്നുണ്ട് എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അതൊക്കെ ഈ സ്കീസോഫ്രീനിയ വിഭാഗത്തിൽ ഒരു ടൈപ്പ് ഓഫ് ഡെലൂഷൻ ഉണ്ട്, ഗ്രാൻഡിയോസ് ഡെലൂഷൻ എന്ന് പറയും. അതായത് എനിക്ക് ഇത്തരം കാര്യങ്ങൾ അറിയാനുള്ള കഴിവുണ്ട്, നിങ്ങൾക്കൊന്നും അത് പറ്റില്ല, എനിക്ക് അന്യഗ്രഹങ്ങളിൽ നിന്ന് സിഗ്നലുകൾ പിക്കപ്പ് ചെയ്യാനുള്ള കഴിവുണ്ട്, അതെനിക്ക്, അങ്ങനെയാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ പറയുമോ അവർ, ഇങ്ങനെ അതുണ്ട്, അല്ലെങ്കിൽ ടെക്നോളജിക്കലി ഇപ്പോൾ ഇത് കണ്ടില്ല, ഇതൊരു പുതിയ ഡിവൈസാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സാധാരണ ഫോണായിരിക്കും, അപ്പോൾ നമ്മൾ ഉപേക്ഷിച്ച് കിടക്കുന്ന ഒരു ഫോണായിരിക്കും, അത് അവരെടുത്തുകൊണ്ട് വന്നിട്ട് ഇതെന്തോ ഭയങ്കര ഡിവൈസാണ് എന്നിട്ട് അതിന് പ്രത്യേകമായിട്ട് എടുത്തു വെക്കുക, അങ്ങനെയൊക്കെ ചെയ്യും അവർ. മിഥ്യയായിട്ടുള്ള ധാരണകളും വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെയൊക്കെ ചെയ്യും. അത് ഒരു ടൈപ്പ് ഓഫ് ഡെലൂഷനാണ്, ഗ്രാൻഡിയോസ് ഡെലൂഷൻ എന്ന് പറയും. അതായത് എനിക്കെന്തോ പ്രത്യേക സിദ്ധിയുണ്ട്, അല്ലെങ്കിൽ ഞാൻ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്, എനിക്ക് ഇതിനൊക്കെ ഉള്ള ഉത്തരം എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറയാം. ഡോക്ടർ, ഇവർ ഭയങ്കരമായിട്ട് അന്ധമായിട്ട് വിശ്വസിക്കുമായിരിക്കുമല്ലോ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ, അതായത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ഫ്രണ്ടാണെങ്കിലും, ഇപ്പോൾ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുക, പക്ഷേ ആ ഒരു ഫ്രണ്ട് യഥാർത്ഥത്തിലില്ല, പക്ഷേ എനിക്ക് മുന്നിലുണ്ട് എന്ന് ഞാൻ വിചാരിച്ച് ആ ആളോടെല്ലാം ഷെയർ ചെയ്യുക, ആ ആൾ പറയുന്ന ഗൈഡൻസിനനുസരിച്ചിട്ട് മാത്രം മൂവ് ചെയ്യുക, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് ചില വ്യക്തികൾ അങ്ങനെ പോകുന്നുള്ളത്. അതായത് ഈ സ്കിസോഫ്രീനിയ കൂടെ കടന്നു പോകുന്ന ആൾക്കാർ, ഇവരെ മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളതുണ്ടല്ലോ, അതായത് ഇത് നിങ്ങളുടെ തോന്നലാണ്, ഇത് യാഥാർത്ഥ്യത്തിൽ സംഭവിക്കുന്ന ഒരു സാധനമല്ല എന്നുള്ളത്. അതെങ്ങനെയായിരിക്കും, അത് മനസ്സിലാക്കിപ്പിക്കലൊക്കെ എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഈ പറഞ്ഞ അവസ്ഥ വളരെ ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. സ്കിസോഫ്രീനിയയുടെ തന്നെ ഏറ്റവും രൂക്ഷമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഇല്ലാത്തൊരു ഫ്രണ്ടിനെ നമ്മൾ ഉണ്ടാക്കി സങ്കല്പിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ കുട്ടികൾ അങ്ങനെ ചെയ്യും. കുട്ടികൾക്ക് പലപ്പോഴും ഒരു ഇമാജിനറി ഫ്രണ്ടൊക്കെ ഉണ്ടാവും, അവർ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യും. അതൊരു നോർമൽ പാർട്ട് ഇതായിട്ട് കണക്കാക്കുക. പക്ഷേ കുട്ടിക്ക് അത് നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഡിഫറൻസ് തിരിച്ചറിയാതെ വരുമ്പോഴാണ് നമ്മൾ ആ കുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് പറയുന്നത്. അതുപോലെയാണ് ഇത് അഡൽട്ടിൻ്റെ കാര്യത്തിൽ. അഡൽട്ട്സ് അങ്ങനെ ചെയ്യാറില്ല സാധാരണ. അപ്പോൾ ഒരാൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത്
അവർക്കൊരു സീരിയസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. അതായത് അവരുടെ ബ്രെയിനിനകത്ത് തന്നെ ചെറിയ ചില തകരാറുകൾ രൂപപ്പെടുന്നുണ്ട്. ന്യൂറൽ സർക്യൂട്ട്സ് ഒക്കെ ഉണ്ട് നമുക്ക്. അതുപോലെയുള്ള ഭാഗങ്ങളിലുള്ള ചില വയറിങ്ങിൻ്റെ കുഴപ്പമെന്ന് വേണമെങ്കിൽ പറയാം, സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ. അതായത് ബ്രെയിനിനകത്ത് കുറേ ഇലക്ട്രിക്കൽ വയറുകൾ സർക്യൂട്ട്സും കുറേ കെമിക്കൽ പ്രോസസ്സുകളാണ് നടക്കുന്നത്. അപ്പോൾ അതിലുള്ള ചില ഫോൾട്ടുകൾ കൊണ്ടാണ് ഇവർക്കിത് തിരിച്ചറിയാൻ പറ്റാത്തത്. അപ്പോൾ അത് നമ്മൾ സംസാരിച്ചാൽ കുറേയൊക്കെ പറ്റും, കുറച്ചൊക്കെ നമുക്ക് ആദ്യത്തെ സ്റ്റേജിലൊക്കെ പറഞ്ഞ് ക്ലിയർ ആക്കാം. പക്ഷേ കുറേ കഴിയും തോറും ഇവർക്ക് ഇത്, പിന്നെ അവരുടെ ഒരു പ്രശ്നം വരുന്നത് അവർ ഈ ലോകത്തിന് തന്നെ കാണുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അവർ നോക്കുമ്പോൾ ഇതിലൊക്കെ തെളിവുണ്ട്. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ഇതുണ്ടായി, അപ്പോൾ കണ്ടില്ലേ അതെൻ്റെ ഞാൻ പറഞ്ഞ അങ്ങനെ അവർ ഓരോന്നിനും തെളിവുണ്ടാക്കിക്കൊണ്ടിരിക്കും അവരുടെ മനസ്സിൽ തന്നെ. അപ്പോൾ അത് അത്രയും രൂഢമൂലമാവുക ചെയ്യുന്നത്. അപ്പം മെഡിക്കേഷൻസിന് അതിനൊരു റോളുണ്ട്. പക്ഷേ മെഡിക്കേഷൻസ് പോകത്തിൽ തന്നെ അയാളോട് നമ്മൾ പെരുമാറുന്ന രീതിയും അതിൻ്റെ ആ ഒരു ഇതിൽ അയാൾ ഭയങ്കരമായിട്ട് നമ്മൾ ഒപ്പോസ് ചെയ്താൽ ചിലപ്പോൾ അവർ വയലൻ്റ് ആവും. അങ്ങനെ പറ്റില്ല. പക്ഷേ ക്രമേണ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. അത് മരുന്നുകളും ഈ സൈക്കോളജിക്കലായിട്ടുള്ള ഇൻ്റർവെൻഷൻസും എല്ലാം കൂടെ ചേർന്നിട്ട് മാത്രമേ ഒരു ട്രീറ്റ്മെൻറ്റ് സാധ്യമാവുള്ളൂ. ഈ ബൈപ്പോളർ ഡിസോർഡറും സൈക്കോസിസിൻ്റെ ഒരു വിഭാഗത്തിൽപ്പെടുന്നതാണ്. അതായത് ഒന്നുമില്ലെങ്കിൽ സന്തോഷത്തിൻ്റെ ഏറ്റവും പീക്കിൽ, അല്ലെങ്കിൽ സങ്കടത്തിൻ്റെ ഏറ്റവും പീക്കിൽ, ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ മൂഡ് സ്വിംഗ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഫ്ലക്ച്വേറ്റ് ആവുന്ന അവസ്ഥ. അത് ശരിക്കും ആൾക്കാർ എങ്ങനെ തിരിച്ചറിയാം? ഇപ്പോൾ ഇതും സൈക്കോസിസിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ പലപ്പോഴും ചിലപ്പോൾ മൂഡ് സ്വിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ ലൈറ്റൻ ചെയ്ത് കാണുമായിരിക്കും പലരും. അത് മൂഡ് സ്വിങ് ഇഷ്യൂ ആണ്, അത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഹൈപ്പർ സന്തോഷത്തിലാണെങ്കിലും ഒക്കെ അങ്ങനെ കണ്ടു എന്ന് വരാം. എത്രത്തോളം സീരിയസ് ആണ് ഇത് സൈക്കോസിൻ്റെ ഭാഗത്തിൽപ്പെടുന്നതാണെന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതായത് മൂഡ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കിസോഫ്രീനിയയിൽ കൂടുതൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ തിങ്കിങ്, ഈ ചുറ്റുപാടിൽ നിന്നുള്ള കാര്യങ്ങൾ തിരിച്ചറിയാനുള്ളതിലുള്ള തകരാറ്, അതായത് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നുക, ഇല്ലാത്ത വിശ്വാസങ്ങൾ, ആ രീതിയിലുള്ള സിവിയർ ആയിട്ടുള്ള സിംറ്റംസ് ആണ്. പിന്നെ സംസാരത്തിൽ ചിലപ്പോൾ വളരെ ഓടായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക, നമുക്ക് മനസ്സിലാവാത്ത ഭാഷകൾ സംസാരിക്കുക, ആ രീതിയിലുള്ള ഒരു മാറ്റങ്ങളാണ് ഉണ്ടാവുക ലാംഗ്വേജിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ. മൂഡ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ തന്നെ ബേസിക്കലി അത് നമ്മുടെ ഇമോഷൻസിനെയാണ് ബാധിക്കുന്നത്, ചിന്തയേക്കാൾ ഇമോഷൻസിന്. അപ്പോൾ അതിന് പ്രധാനമായിട്ട് രണ്ടവസ്ഥയാണല്ലോ ഉള്ളത്. ഒന്ന് നമ്മൾ അമിതമായ സന്തോഷം അല്ലെങ്കിൽ അമിതമായ സങ്കടം. ഇതിനിടയിൽ ഇങ്ങനെ ആടിക്കളിക്കുന്ന ഒരു പെൻഡുലമാണ് ഈ ബൈപ്പോളാർ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ. അപ്പം ഈ അതിൻ്റെ എക്സ്ട്രീംസിൽ അവർക്ക് സൈക്കോട്ടിക് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഉണ്ടാവാം, നോർമലി ഉണ്ടാവില്ല. തീവ്രമായ അവസ്ഥയിൽ ചിലപ്പോൾ ഈ ഡെലൂഷനൊക്കെ വരാം. അപ്പോൾ ഗ്രാൻഡ്യൂസ് ആയിട്ടുള്ള ഒരാൾ ഞാൻ ദൈവത്തിൻ്റെ അവതാരമാണെന്നോ അല്ലെങ്കിൽ എനിക്ക് ദൈവത്തിൻ്റെ, കാരണം അവർക്ക് ബോഡിയിൽ ഭയങ്കര എനർജിയാണ്. അപ്പോൾ അവർ തോന്നുന്നത് എനിക്കെന്തോ പ്രത്യേക സിദ്ധി കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ശക്തി കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ആ ഒരു ഭക്തിയുടെ ഇതിലേക്കോ ഒക്കെ അവരിങ്ങനെ പോയേക്കാം. അതുപോലെ ഡൗൺ ആൻഡ് ഡിപ്രഷൻ ആയി കഴിയുമ്പോൾ അങ്ങേയറ്റം നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് എന്നെ കൊണ്ട് കാര്യമില്ല, ഞാൻ ജീവിക്കേണ്ട എന്ന് പറഞ്ഞാൽ ആത്മഹത്യയുടെ ഒരു പ്രവണതയിലേക്ക് അവർ പോകാം. അപ്പോൾ ആ തീവ്ര അവസ്ഥയിൽ മാത്രമാണ് ശരിക്കും അതൊരു സൈക്കോട്ടിക് എന്നുള്ള ലെവലിലേക്ക് എത്തുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ സൈക്കോസിസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഇങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നതുകൊണ്ട് മുമ്പ് നമ്മൾ ഇതിനെല്ലാം ഒരു സൈക്കോട്ടിക് കണ്ടീഷനാണ് ആയിട്ടാണ് വെച്ചിരുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ തിരിച്ചറിയുന്നുണ്ട് സൈക്കോട്ടിക് ഡിസോർഡറും മൂഡ് ഡിസോർഡറും വേറെ തന്നെയാണ്. പക്ഷേ സാധാരണ ആൾക്കാരെ സംബന്ധിച്ച് അത് പ്രസക്തമല്ല. അതൊരു മെഡിക്കൽ ഇവാലുവേഷൻ്റെ ഒരു ഇതിൽ കണ്ടെത്തേണ്ടതാണ്. പ്രൈമറിലി ചില കേസസിന് ശരിക്കും ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. നമ്മൾ വരുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല ബൈപ്പോളർ ആണോ എന്നുള്ളത്. ബൈപ്പോളർ ആണെങ്കിൽ ഇവഞ്ച്വലി ഔട്ട്കം വ്യത്യാസമുണ്ട്. ബൈപ്പോളറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എപ്പിസോഡിക് ആയിട്ടുള്ളൊരു അസുഖമാണ്. അതായത് ഒരു എപ്പിസോഡ് ഉണ്ടായി, പിന്നെ ആൾ നോർമലാവും കുറേ കാലം, പിന്നെ വീണ്ടും ആ നോർമൽ പീരീഡ് ചിലരിൽ വർഷങ്ങൾ വരെ കിട്ടാം. മനസ്സിലായില്ലേ? പിന്നെ ബൈപ്പോളാർ ഡിസോർഡറിൻ്റെ പ്രത്യേകത അതാണ്. ബൈപ്പോളാർ ഡിസോർഡറിലെ നോർമൽ പീരീഡ് കിട്ടുന്നുണ്ട്. സ്കിസോഫ്രേനിയയിൽ പലപ്പോഴും ഈ നോർമൽ പീരീഡ് ഉണ്ടാകാമെങ്കിലും വളരെ കുറവേ ഉള്ളൂ. അതിൻ്റെ ക്വാളിറ്റി മറ്റേത് ഇയാൾ പെർഫെക്റ്റ്ലി നോർമൽ ആവുകയാണ് ഈ ബൈപ്പോളാറിൽ. ചെറിയ തോതിൽ മൂഡ് സ്വിങ്സ് ഉണ്ടാവാം, പക്ഷെ എന്നാലും ഈ റീസണബിളായിട്ട് ഒരുവിധം ജീവിക്കാൻ പറ്റും. ഈ നോർമൽ അല്ലാതിരിക്കുന്നൊരു ഇപ്പോൾ ഈ മൂഡ് ഡിസോർഡർ ഉള്ളൊരു അതിൻ്റെ ഒരു ദൈർഘ്യം എത്രത്തോളം ഉണ്ടാവും? ഇപ്പം ദിവസങ്ങളാണോ ആഴ്ചകളാണോ? അങ്ങനെ അത് വളരെ മൈൽഡായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്, സൈക്ലോതൈമിയ എന്നൊക്കെ പറയും. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. തൈമോ എന്ന് പറഞ്ഞാൽ മൂഡുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റുകൾ. അപ്പോൾ ഇങ്ങനെ സൈക്ലിക്കലായിട്ട് മൂഡ് മാറുന്ന ഒരു തരം അവസ്ഥയുണ്ട്, സൈക്ലോതൈമിയ എന്നൊക്കെ പറയും. അതല്ലാതെ ശരിക്കുള്ള ബൈപ്പോളർ ഡിസോർഡർ ആണെങ്കിൽ ഡിപ്രഷനാണ് കൂടുതൽ കാലം നീണ്ടു നിൽക്കുക. ഡിപ്രഷൻ ഒരു 6 മാസം 9 മാസം ഈവൻ അതിൽ കൂടുതലും നിന്നേക്കാം. നോർമൽ കോഴ്സിൽ തന്നെ 6 to 9 months അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ നിൽക്കും. മേനിയ എന്ന് പറഞ്ഞാൽ മറ്റേ ഉന്മാദാവസ്ഥ ഒരു 2-3 മാസം, അത് കൂടുതൽ സാധാരണ പോകാറില്ല. മിക്കവാറും നമുക്ക് അതിൻ്റെ മുമ്പ് ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിന് മുമ്പേ മാറും. നമ്മൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ പോലും 3 മാസം കഴിയുമ്പോഴത്തേക്ക് മേനിയ മിക്കവാറും നിൽക്കും. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് അയാൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കാണും എന്നുള്ളതാണ് പ്രോബ്ലം. നമ്മൾ ഈ മൺചിത്രത്താഴിൽ തന്നെ പറയുകയാണെങ്കിലേ അതിനകത്ത് കുറച്ചും കൂടി അമാനുഷികതയൊക്കെ കലർത്തിയിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഭയങ്കര ഒരു ഹൊറർ മൂഡ് വരുന്ന രീതിയിൽ. ശരിക്കും ഈ സൈക്കോസിസിൻ്റെ ഇങ്ങനത്തെ സിറ്റുവേഷൻ കൂടെ കടന്നു പോകുന്ന ആൾക്കാർ ആ രീതിയിലൊക്കെ പെരുമാറുമോ എന്നുള്ള സംശയമൊക്കെ ഉള്ളവരുണ്ട്.
എന്താ ഡോക്ടർക്ക് അതിന് പറയാനുള്ളത്? അത് കുറച്ചും കൂടി എക്സ്ട്രീം ആയിട്ട് അവതരിപ്പിച്ചാണ്, സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവതരിപ്പിച്ചാണെന്നാണ് തോന്നുന്നത്. അല്ല, അത് സിനിമകളിൽ അല്ലെങ്കിൽ കഥകളിൽ അവതരിപ്പിക്കുന്ന മാനസികാരോഗ്യത്തിൻ്റെ പിക്ചർ ഒരിക്കലും അത് യാഥാർത്ഥ്യമായിട്ടില്ല. ഇത് നമ്മൾ ഒരുപാട് സിനിമാ രംഗത്തുള്ള ആൾക്കാരുമായിട്ട് തന്നെ പലപ്പോഴും ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് ഈ വിഷയത്തിൽ. അപ്പോൾ അവർ പറയുന്നത് അവരുടെ മനസ്സിലുള്ള ഒരു കഥാരൂപം അല്ലെങ്കിൽ ഒരു കഥാപാത്രം രൂപപ്പെട്ട് വന്നിട്ട് അതിൻ്റെ ആവിഷ്കരണമാണ് അവരുടെ ആവശ്യം. അപ്പോൾ അവരതിന് ഈ മെൻ്റൽ ഹെൽത്തിലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു രംഗത്തുള്ള ചില ധാരണകളോ ചില ആശയങ്ങളോ ചില സംഭവങ്ങളോ അവരതിലേക്ക് എടുത്ത് ചേർത്തിട്ട് ഉപയോഗിക്കുക ചെയ്യുന്നത്. അല്ലാണ്ട് മറ്റതൊരു ഡോക്യുമെൻ്ററി ആയിപ്പോവും. ഒരു സിനിമയിലൊരു അസുഖത്തെ പറ്റി ഒരു സിനിമ എടുത്താൽ അതൊരു ഡോക്യുമെൻ്ററി പോലെ ആയിപ്പോവും. അപ്പോൾ അങ്ങനെയല്ലല്ലോ, അവർക്ക് വേണ്ടതൊരു കഥാപാത്രത്തെ കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ ഉള്ള ഒരു കാഴ്ചപ്പാടിലാണ്. അപ്പോൾ ഒരിക്കലും റിയൽ ആയിരിക്കില്ല, പക്ഷേ അതിലെ കുറേ സമർത്ഥമായിട്ട് ചില ഭാഗങ്ങൾ നല്ല പല സിനിമകളും ഉപയോഗിച്ചിട്ടുണ്ട്. മണിച്ചിത്രത്താഴിൽ ഒരു വ്യക്തത ഇല്ലാതെയാണ് ഉപയോഗിച്ചതൊരു പ്രോബ്ലം ഉണ്ട്. കാരണം നമ്മൾ പറയില്ല, അതിൽ സൈക്കോസിസ് എന്ന് പറയുന്നുണ്ടെങ്കിലും അതിൽ കാണിക്കുന്ന രോഗം നമ്മൾ മാനസിക രോഗ വിദഗ്ധരുടെ അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റുകളുടെ സൈക്കോളജിസ്റ്റുകളുടെ വ്യൂവിൽ നോക്കുമ്പോൾ അതൊരു ശരിക്കും സ്കിസോഫ്രീനിയ പോലത്തെ ഒരു അസുഖം അല്ല, ഒരു സൈക്കോസിസ് അല്ല. അതിലൊരു പേഴ്സണാലിറ്റി ലെവലിലുള്ള ഒരു പ്രശ്നമായിട്ടാണ് കാണിക്കുന്നത്. കാരണം ഒരാൾ ഒരേ സമയം മറ്റൊരാളായിട്ട് പെരുമാറുക, കുറേ സമയം പിന്നെ വീണ്ടും തിരിച്ചു വരിക, അത് നമ്മൾ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി എന്നുള്ളൊരു കണ്ടീഷനിലാണ് അത് പോകുന്നത്. അപ്പോൾ അത് ശരിക്കും സൈക്കോസിസിലേക്കല്ല പോകുന്നത്. അതാ പറഞ്ഞത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ എന്താ പറയുക നമ്മൾ ഇഴപിരിച്ച് അല്ലെങ്കിൽ അങ്ങനെ കീറിമുറിച്ച് അപഗ്രഥിക്കുമ്പോൾ അത് ശരിക്കും സൈക്കോസിസിൻ്റെ ഒരു അവസ്ഥയിലേക്കല്ല. പക്ഷേ ആ സിനിമയിലെ കുറേ രംഗങ്ങൾ ശരിക്കും സൈക്കോട്ടിക് രോഗിയുടെ ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട്. അങ്ങനെ വരാം. നമ്മളിപ്പോൾ രോഗികൾക്ക് അങ്ങനെ പെട്ടെന്ന് ചില സൈക്കോട്ടിക് ആയിട്ടുള്ള ഒരു അവസ്ഥ കുറച്ച് നേരത്തേക്ക് ഉണ്ടാകാം. അത് നോർമൽ ആൾക്കാർക്ക് ഉണ്ടാകുന്ന പോലെ മറ്റു രോഗമുള്ളവർക്കും ഉണ്ടാവാം. അപ്പം അങ്ങനെ അതിനെ കാണാൻ പറ്റുള്ളൂ. പൂർണ്ണമായിട്ടൊരു സൈക്കോസിസിൻ്റെ ഒരു ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു ഇതല്ല. ഒരേ സമയം ഒരു ഐഡൻറ്റിറ്റി പ്രശ്നം, അതായത് മാറാട്ടം, വ്യക്തിത്വം മാറുന്ന ഒരു അവസ്ഥയും അതിൻ്റെ കൂടെ ചില ഭ്രമാത്മകമായ അനുഭവങ്ങളും ഉണ്ടായിട്ടുള്ള ഒരു അവസ്ഥയാണ് ആ സിനിമയിൽ കാണിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് അല്ലേ? അതിൻ്റെ എന്തൊക്കെയായിരിക്കും സിംറ്റംസ് ഉണ്ടാവുക? മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ തന്നെ രണ്ട് വ്യക്തി ഉണ്ടാവും, രണ്ടോ അതിലധികമോ. അപ്പോൾ ഞാനതിനെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു മുറി ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു മുറിയുടെ ഈ വാതിൽ തുറന്നിട്ട് ഇപ്പോൾ പുറത്ത് വരുന്ന ഒരാളാണ്. കുറച്ച് കഴിഞ്ഞാൽ ആ മുറിയിൽ നിന്ന് വേറൊരാൾ പുറത്തേക്ക് വരുന്നു, കുറച്ച് കഴിയുമ്പോൾ വേറെ ആൾ വരുന്നു. അതായത് നമ്മുടെ ശരീരം ഇതാണ്, പക്ഷേ നമ്മുടെ പെരുമാറ്റവും സംസാരവും രീതിയൊക്കെ ഒരു സമയത്ത് ഒരാളുടെ പോലെയാണ്. കുറച്ച് കഴിയുമ്പോൾ അത് വേറൊരാൾ, ആ വേറൊരാൾ റിയൽ ആയിട്ടുള്ള ആളാവാം അല്ലെങ്കിൽ ഒരു ഇമാജിനറി ആയിട്ടുള്ള ഒരാളാകാം. ആ രീതിയിൽ രണ്ട് രീതിയിൽ പെരുമാറുന്നത്. അപ്പോൾ ആ സിനിമയിൽ അങ്ങനെയാണല്ലോ, നാഗവല്ലിയായിട്ടും ഒരേ സമയം മറ്റേ യഥാർത്ഥ കഥാപാത്രമായിട്ടും മാറിക്കൊണ്ടിരിക്കുകയാണ് അവർ. അതിൻ്റെ ഇടയിൽ അവർക്ക് ചില മിഥ്യാനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അതും കാണിക്കുന്നുണ്ട് മൂവിയിൽ. മനസ്സിലായില്ല? അപ്പോൾ അത് രണ്ടും കൂടെയുള്ള ഒരു കലർപ്പായിട്ടാണ് നമുക്ക് കാണാം. പക്ഷെ അതിൽ നമുക്ക് സിനിമ എടുക്കുന്നവരോ കലാകാരന്മാരെയോ എഴുത്തുകാരെയോ ഒന്നും അതിന് കുറ്റം പറയാൻ പറ്റില്ല. ആ രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, ചിലപ്പോൾ യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതൊരു കേസ് സ്റ്റഡി അല്ലെങ്കിൽ അതൊരു അങ്ങനെ എടുക്കാൻ പറ്റില്ല. മനസ്സിലായില്ല? ഇത് കൂടുള്ളവർക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഇപ്പോൾ പറഞ്ഞില്ലേ, വാതിൽ തുറക്കുന്നതും മുമ്പും ശേഷമുള്ള ആൾ രണ്ട് വ്യക്തികളായിട്ടായിരിക്കും ബിഹേവ് ചെയ്യുക എന്നുള്ളത്. അത് സൈക്കോസിസിനുമായിട്ട് ബന്ധപ്പെടുത്തരുത്. കാരണം ഇത് ശരിക്കും അവർ വേറൊരാളായിട്ട്, ഇപ്പോൾ നമ്മൾ പറയില്ലേ പൊസഷൻ എന്ന് പറയില്ലേ, ഇപ്പോൾ പലപ്പോഴും ഏറ്റവും കോമൺ ആയിട്ട് ഈ പൊസഷൻ കാണുന്നത് ഒരു വ്യക്തി മരിച്ചാലൊക്കെയാണ്. നമ്മുടെ അടുത്തൊരു വ്യക്തി മരിച്ചാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിലൊരു വീട്ടിലാരോ അംഗം ആ മരിച്ച ആളെ പോലെ സംസാരിക്കാൻ തുടങ്ങുക. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ ബാധ കയറിയതാണ് അല്ലെങ്കിൽ ആത്മാവ് വന്നാന്നൊക്കെ പറയും. പക്ഷേ ഇപ്പോൾ നമ്മൾ അതിനെ കാണുന്നത് ആ വ്യക്തിയുടെ ഒരു മാനസികമായിട്ടുള്ള ഒരു ഇത് അവർക്ക് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് അവർ ആ വ്യക്തിയെ പോലെ, ഇപ്പം ഒരു മരിച്ച ഒരു മുതിർന്ന ആളാണെങ്കിൽ ചെറിയ ഒരു 10-20 വയസ്സായ ഒരു കുട്ടിയോ അല്ലെങ്കിൽ ഒരാളോ ആ മുതിർന്ന ആളെ പറ്റി ഇപ്പോൾ അപ്പൂപ്പനെ പോലെയൊക്കെ സംസാരിക്കാൻ തുടങ്ങും. അതേ ഭാവങ്ങളൊക്കെ കാണിക്കുക, ആ ഭാഷയിൽ സംസാരിക്കുക, അങ്ങനെയൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ഒരു അവസ്ഥയാണ്. പക്ഷെ അത് വളരെ ട്രാൻസിയൻ്റ് ആണ്. പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ അതിനേക്കാൾ കുറച്ചും കൂടെ സ്ട്രോങ് ആണ്. ഇത് വളരെ താൽക്കാലികമായിട്ട് ഒരു വിഷാദത്തിൻ്റെ അവസ്ഥ കഴിയുമ്പോൾ അത് മാറുമായിരിക്കും. പക്ഷേ മറ്റത് അങ്ങനെയല്ല. പേഴ്സണാലിറ്റി എന്ന് നമ്മൾ വിളിക്കുമ്പോൾ കുറച്ചുകൂടെ അതൊരു കണ്ടിന്യൂസ് ആൻഡ് സ്റ്റേബിളായിട്ട് നിൽക്കും. അപ്പോൾ ആൾ ഇങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. അത് റെയറാണ് കേട്ടോ, അത്ര കോമൺ അല്ല. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി അത്ര നമ്മൾ വിചാരിക്കുന്ന മാതിരി അത്ര കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനൊന്നും അല്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവെയുള്ള ധാരണ ഇപ്പോൾ ഈ സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് ഒക്കെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണല്ലോ. അപ്പം ഇപ്പോൾ ഈ സൈക്കോസിസ് ആണെങ്കിലും ഇതൊക്കെ ഇങ്ങനെ മനസ്സിൻ്റെ രോഗങ്ങളാണ്. അപ്പോൾ മാനസികമായിട്ട് മാത്രം വരുന്ന കാരണങ്ങളാണ് അതിന് പിന്നിൽ നിന്ന് വിചാരിക്കുന്നതാണ്. പക്ഷേ ഈ ഇപ്പം നേരത്തെ പറഞ്ഞ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ സ്ട്രോക്ക് അല്ലെങ്കിൽ ബ്രെയിനിന് വരുന്ന അണുബാധകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ സൈക്കോസിസിലേക്ക് നയിച്ചേക്കാം.
അത് താൽക്കാലികമായിട്ടുള്ള സൈക്കോസിസ് ആണ്. തീർച്ചയായിട്ടും ആ ഒരു കണ്ടീഷൻസ് നമുക്ക് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നാളുകൾ കൊണ്ട് അത് ഇപ്പോൾ ഈ മദ്യം നിർത്തുമ്പോഴുണ്ടാവാം. പെട്ടെന്ന് മദ്യം നിർത്തി കഴിഞ്ഞാൽ സാധാരണ ആൾക്കാരുടെ ഇടയിലുള്ള മദ്യപാനശീലമുള്ളവരുടെ ഇടയിലുള്ള തോന്നലാണ് മദ്യം നിർത്തിയാൽ ഭ്രാന്താവുന്നുള്ളത്, പെട്ടെന്ന് കുടി നിർത്തിയാൽ ഭ്രാന്താവുന്നുള്ളത്. അത് വാസ്തവത്തിൽ സംഭവിക്കുന്ന ഇതാണ്, ഈ മദ്യം പെട്ടെന്ന് നിർത്തി കഴിയുമ്പോൾ ഇവരൊരു ഡെലീരിയത്തിലേക്ക് പോവുകയാണ്. അവർക്ക് കൈ വിറക്കലൊക്കെ ആദ്യം തുടങ്ങും, പിന്നെ അവർ പൂർണ്ണമായിട്ട് ഓർമ്മയില്ലാതെ ഇല്ലാത്ത മിഥ്യാകാരണങ്ങൾ പറയാനൊക്കെ തുടങ്ങും. അപ്പോൾ അവർ വിചാരിക്കുന്ന അതൊരു താൽക്കാലികമായ ഒരു വിഭ്രമാവസ്ഥയാണത്, ഡെലീറിയം തന്നെയാണത്. മനസ്സിലായില്ല. അപ്പോൾ അത്തരത്തിലുള്ളത് താൽക്കാലികമാണ്. മറ്റേ ഗുരുതരമായ മാനസിക രോഗത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് അത് പോകണമെന്നില്ല. അത് ഇപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞ മദ്യത്തിൻ്റെ കാര്യം പറഞ്ഞില്ല, മദ്യം നിർത്തുമ്പോഴുണ്ടാവുന്നത് അത് ഏതൊക്കെ രീതിയിലായിരിക്കും അവർ സിംറ്റംസ് കാണിച്ചു തുടങ്ങുക? മദ്യം ഒരു ഡിപ്രസൻ്റ് ഡ്രഗാണ്. അതായത് കേന്ദ്ര നാഡീ വ്യവസ്ഥ, അതായത് നമ്മൾ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് എന്ന് പറയില്ല, ഈ ബ്രെയിനിനെ ഡിപ്രസ് ചെയ്യുന്ന ഒരു സാധനമാണ് മദ്യം, ആൽക്കഹോൾ. അപ്പോൾ ആ ഡിപ്രഷൻ ആദ്യം ഏറ്റവും ഉയർന്ന, അതായത് നമ്മുടെ വിവേചന ശക്തി, വിവേകം, ബോധമൊക്കെ ഉള്ള ഏറ്റവും ഉയർന്ന ഭാഗങ്ങളിലാണ് ഇത് ആദ്യം ബാധിക്കുക. അതങ്ങ് ചെറുതായിട്ട് ബ്ലോക്ക് ആകുമ്പോഴാണ് നമുക്ക് ഈ താഴെയുള്ള ബ്രെയിനിൻ്റെ സെൻറ്റേഴ്സിൽ നിന്നാണ് നമുക്ക് ഈ സന്തോഷമൊക്കെ വരുന്നത്. അപ്പോൾ നോർമലി നമുക്ക് ഉള്ളിൽ സന്തോഷം ഉണ്ടെങ്കിലും നമ്മളത് കുറേ ഇങ്ങനെ ഒരു കൺട്രോൾ നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കൺട്രോളാണ് ആദ്യത്തെ ഘട്ടത്തിൽ പോകുന്നത്. അപ്പോഴാണ് ഈ ആൾക്കാർ അമിതമായി സംസാരിക്കാനും ചിരിക്കുന്നു, സന്തോഷമൊക്കെ കാണിക്കുന്നത്. അത് ഒരു ലെവൽ കൂടെ കഴിയുമ്പോൾ പിന്നെ കരച്ചിലാവും. മനസ്സിലായില്ല. അങ്ങനെ ഗ്രാജുവലി ബ്രെയിനിൻ്റെ താഴേക്ക് പോകുമ്പോൾ നമ്മൾ ബോധം കുറയുന്നു, തീരെ ഉന്മാദാവസ്ഥയിലേക്കോ അബോധാവസ്ഥയിലേക്ക് വരെ പോകും, മരണം വരെ സംഭവിക്കാം. മരണം സംഭവിക്കുന്നത് ബ്രെയിനിനകത്ത് റെസ്പിറേഷൻ ഉണ്ടല്ലോ, ബ്രീത്തിങ്, ശ്വസനം കൺട്രോൾ ചെയ്ത ലെവൽ വരെ ഡിപ്രസ്ഡ് ആകുമ്പോഴാണ് നമ്മൾ ഈ മദ്യപാനത്തിൽ മരിക്കുന്നത്. 300-400 ml ബ്ലഡിൽ ആൽക്കഹോൾ എത്തുമ്പോൾ, കുടിക്കുന്ന അളവല്ല ഞാൻ പറയുന്നത്, ബ്ലഡിലെ ആൽക്കഹോളിൻ്റെ ലെവൽ അത്ര എത്തുമ്പോഴാണ് ഡിപ്രഷനായിട്ട് മരിക്കുന്നത്, സീരിയസ് ഡിപ്രഷൻ വന്നിട്ട്. അത് വളരെ അപ്പം ഇങ്ങനെ നിരന്തരമായിട്ട് ബ്രെയിനിനെ താഴ്ത്തി നിൽക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ താഴ്ത്തി, ഇപ്പോൾ നമ്മൾ സ്പ്രിങ്ങിൻ്റെ മുകളിൽ ഒരു വെയിറ്റ് വെച്ചിട്ട് പെട്ടെന്ന് ആ വെയിറ്റ് എടുത്താൽ ഇതിങ്ങനെ ടക്കെന്ന് ചാടി വരും, ഇല്ലേ? അതേപോലെയാണ് നമ്മുടെ ബ്രെയിനിനെ ഇങ്ങനെ ഈ മദ്യം സ്ഥിരമായി കഴിക്കുന്നവരുടെ മദ്യത്തിൻ്റെ അളവ് കാരണം ബ്രെയിൻ ഇങ്ങനെ താഴ്ന്നു നിൽക്കുകയാണ്. പെട്ടെന്ന് ഒരു ദിവസം മദ്യം കിട്ടാതെ ആയാൽ ഇതിനനുസരിച്ച് ബ്രെയിനിനകത്തുള്ള ഈ റിസപ്റ്ററുകളിലും കോശങ്ങളിലൊക്കെ മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. രാസപരമായിട്ടും ഈ എന്താ പറയുക ഇലക്ട്രിക്കലായിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇതങ്ങ് എടുത്ത് കളയുമ്പോൾ ടപ്പെന്ന് പറഞ്ഞിട്ട് ഇതങ്ങ് റീബൗണ്ട് ചെയ്യും. അതോടുകൂടി ഈ വ്യക്തി പെട്ടെന്ന് അജിറ്റേറ്റഡ് ആകുന്നു, ആകെ വെപ്രാളം, കണ്ണൊക്കെ തള്ളി വിറയ്ക്കുക, സെറ്റ് ചെയ്യുന്നു. മനസ്സിലായില്ല. അതാണ് മദ്യം നിർത്തുമ്പോഴുള്ള ആദ്യത്തെ ലക്ഷണം. അതാണ് അമിതമായ ഉത്കണ്ഠ, അസ്വസ്ഥത, നടന്നുകൊണ്ടിരിക്കുക, പിന്നെ കൈ ഭയങ്കരമായിട്ട് വിറയ്ക്കുന്നു. പിന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞാലാണ് ഈ ഇതിലേക്കൊക്കെ പോകുന്നത്. അത് ആ ഒരു ഡെലിവറി ആയിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുന്നത്. അത് കൃത്യമായിട്ട് നമുക്ക് മദ്യത്തിൻ്റെ കാര്യത്തിൽ ഒരു നല്ലൊരു മോഡലാണ്. കാരണം മദ്യത്തിൻ്റെ ആ ഒരു ഇതിൽ നിന്ന് പെട്ടെന്ന് വിമുക്തനാവുമ്പോൾ ഉണ്ടാകുന്ന വിഭ്രമാവസ്ഥയാണ് മദ്യത്തിന് തുടർന്നുണ്ടാകുന്ന ഈ ഭ്രാന്തെന്ന് സാധാരണ പറയുന്നത്. ഡെലീറിയമാണ് അത് ശരിക്കും. ഡെലീറിയം ട്രമൻസ് എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് വിറയലുള്ള ഡെലീറിയം എന്നുള്ള അർത്ഥത്തിലാണ്, ട്രെംബ്ലിംഗ് ഡെലീറിയം. ഓക്കെ. ഈ പൊതുവെ ഡോക്ടർ നേരത്തെ പറഞ്ഞ സ്റ്റിഗ്മയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസൊക്കെ നിലനിൽക്കുന്നത്. ഇപ്പോഴും ആൾക്കാർക്ക് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ മാനസിക രോഗങ്ങളൊക്കെ മാറാവ്യാധികളാണ്, ചികിത്സിച്ചിട്ട് കാര്യമില്ല. ഇനി ചികിത്സിക്കുകയാണെങ്കിൽ തന്നെ ആ മരുന്നുകൾ പലതും പാർശ്വഫലങ്ങൾ, ഭീകരമായിട്ടുള്ള പാർശ്വഫലങ്ങളുള്ളതാണ്, ഒട്ടും അവർക്ക് എനർജറ്റിക് ആയിട്ടിരിക്കാൻ കഴിയില്ല, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. എന്താ ഡോക്ടർക്ക് അവരോടൊക്കെ പറയാനുള്ളത്? മാനസിക രോഗങ്ങളുടെ ചികിത്സ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ വളരെ ലൈറ്റായിട്ട് പറയാം. ലഘു മാനസിക രോഗങ്ങളല്ല. ഇപ്പോൾ ചെറിയൊരു ഉത്കണ്ഠ, ചെറിയൊരു ടെൻഷൻ, എക്സാം റിലേറ്റഡ്, അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലം, ഒരു മാരേജിൽ ഹസ്ബൻഡ് വൈഫായിട്ടുള്ളൊരു ഇഷ്യൂ, അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചിലപ്പോൾ സംസാരത്തിൽ കൂടെയോ കുറച്ച് നാളത്തെ കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ഡിസ്കഷനിൽ കൂടെയൊക്കെ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ നമ്മൾ സിവിയർ മെൻ്റൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന ബൈപോളാർ ഡിസോർഡർ, സ്കിസോഫ്രീനിയ, അതാണ് നമ്മൾ റിയൽ ആയിട്ടുള്ള മാനസിക രോഗം. അതൊരു സാധാരണ ഒരു ശരാശരി 10-15% നമ്മൾ ആൾക്കാർക്ക് മാനസിക രോഗം ഉണ്ടെന്ന് പറയുന്നതിൽ അതിൽ 10% ഈ മൈൽഡ് സാധനങ്ങളാണ്. പേഴ്സണാലിറ്റി ഇഷ്യൂസ്, ചെറിയ അമിതമായ ലഹരിയുടെ ആഭിമുഖ്യം ഉണ്ടാവൽ, പെരുമാറ്റപരമായിട്ടുള്ള ചില വൈകല്യങ്ങൾ, ഇതൊക്കെയാണ്. പക്ഷേ ഒരു 5% ശരിക്കും സ്കിസോഫ്രീനിയ, ബൈപോളാർ, സിവിയർ ഡിപ്രഷൻ, ആ രീതിയിലുള്ള രോഗങ്ങൾ ഉണ്ടാവാം. അപ്പം അത് ഒരു റിയാലിറ്റിയാണ്. നമ്മളത് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതുണ്ട്, നമ്മൾ കാണുന്നതാണ്. നമ്മളിപ്പോൾ ആശുപത്രികളിൽ പോകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം ആ ഒരു ഡിസോർഡേഴ്സ് ഉണ്ട്, അതിന് ചികിത്സ വേണം. മനസ്സിലായില്ല. കാരണം പലരും കാൽപ്പനികമായിട്ട്, എനിക്ക് പേര് പറയാമോ എന്നറിയില്ല, ഞാൻ പഴയൊരു ഇൻസിഡൻറ്റ് പറയാം. സുഗതകുമാരി എന്ന് പറഞ്ഞൊരു പോയറ്റ് ഉണ്ടായിരുന്നു, നമുക്കറിയാവുന്നൊരു കവിയായിരുന്നു, കേരളത്തിൽ അറിയപ്പെടുന്നത്. ഈ സുഗതകുമാരി മാഡം ആദ്യമായിട്ട് മെൻ്റൽ ഹെൽത്തിൽ താല്പര്യം എടുത്ത അറിയപ്പെടുന്ന എഴുത്തുകാരിലൊരാളാണ്. അവർ ഇത്തരം രോഗികളെ നന്നാക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ തുടങ്ങിയിരുന്നു തിരുവനന്തപുരത്ത്. അപ്പോൾ ആ സമയത്ത് അവരാദ്യം വിചാരിച്ചിരുന്നത് ഈ മരുന്നുകളെല്ലാം കേടാണ്, ഈ മരുന്നൊന്നും ആവശ്യമില്ല,
ഇവരെ ഒക്കെ നമുക്ക് പുനരധിവസിപ്പിക്കാം, അത് ചെയ്യാം, ഇത് ചെയ്യാം, യോഗ അല്ലെങ്കിൽ പ്രാർത്ഥന അല്ലെങ്കിൽ പല രീതിയിൽ അവർ കൃത്യമായിട്ട് അതൊന്നും ആയിരിക്കണമെന്നില്ല, അവർക്ക് പല പല ആശയങ്ങളുണ്ടായിരുന്നു. അതിൽ കൂടെ നമുക്ക് ഇവരൊക്കെ നോർമലാക്കി എടുക്കാം. മരുന്നുകളൊക്കെ അഡിക്ഷനാണ്, അതൊക്കെ ബ്രെയിനിന് തകരാറാക്കും, ഷോക്ക് ട്രീറ്റ്മെൻറ്റ് ഭയങ്കര പ്രാകൃതമാണ് എന്നൊക്കെയാണ് അവർ വിചാരിച്ചുകൊണ്ടാണ് അവർ ഈ രംഗത്തേക്ക് വന്നത്. പക്ഷേ കുറച്ച് നാളുകൾ അവർ ഈ രംഗത്ത് നിന്ന് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ കാണാൻ തുടങ്ങുകയാണ്. നമ്മൾ ഹൈപ്പോത്തറ്റിക്കലായിട്ട് നമ്മൾ സാങ്കല്പികമായിട്ടൊരു രോഗത്തിരുന്ന് പറയുന്ന പോലെയല്ല. നമ്മളൊരു ആശുപത്രിയിൽ വന്നിട്ട് രോഗികളെ കാണുമ്പോൾ ഇവരൊക്കെ എവിടുന്നാണ് വരുന്നത്? യഥാർത്ഥത്തിലുള്ളവരാണ് അവർ, അവരുടെ പ്രശ്നം അതാണ്. അപ്പോൾ നമ്മൾ അവരില്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ മാഡത്തിന് ക്രമേണ മനസ്സിലായി ഇത് ഒരു രോഗം തന്നെയാണ്, ഇത് ചികിത്സിക്കണം, മറ്റു രോഗങ്ങൾ പോലെ ശാരീരിക രോഗങ്ങൾ പോലെ തന്നെ ചികിത്സ വേണ്ടതാണ് മാനസിക രോഗങ്ങളെന്നും അതിന് മരുന്നുകൾക്കും ഈ പറഞ്ഞ എല്ലാ ചികിത്സകൾക്കും ഈവൻ അവസാനത്തെ അവരുടെ ഹോസ്പിറ്റൽസിൽ ECT പോലെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ വരെ അവർ കൊടുക്കാൻ അവരല്ല കൊടുക്കുന്നത്, ഡോക്ടേഴ്സിനെ വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്, അതെല്ലാം പ്രോപ്പറായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ അവരതൊക്കെ വേണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ഇപ്പോൾ മദ്യപാനത്തിൻ്റെ അതിനുള്ള ചികിത്സ എല്ലാവരും പിന്നെ തുടങ്ങി. അവരുടെ ഇപ്പോഴും അത് നടക്കുന്നുണ്ട്, NGO ആയിട്ട് ഇപ്പോഴും നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു രീതിയിലുള്ള കാഴ്ചപ്പാടുകൾക്കുള്ള പ്രോബ്ലം ഇതാണ്. ഇത് കാണാത്തവർക്ക് ഇതൊക്കെ പറയാം, ഇത് രോഗത്തെപ്പറ്റി രോഗത്തെപ്പറ്റി അറിയാത്തവർക്കോ ഇങ്ങനത്തെ നമ്മൾ, കാരണം 99% ആൾക്കാർ ഇതൊന്നും അറിയുന്നില്ലല്ലോ. കാരണം നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ഒരു സുഹൃത്തിനോ ഈ രോഗം വരുമ്പോഴാണ് നമുക്ക് ഇത് മനസ്സിലാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള രോഗങ്ങളുണ്ട്, അവർക്ക് ചികിത്സ ആവശ്യമാണ്. ചികിത്സയിൽ എല്ലാ ഘടകങ്ങൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒരു വളരെ ഒരു ശാസ്ത്രീയമായ അല്ലെങ്കിൽ ഒരു അറിവിൻ്റെ വെളിച്ചത്തിലുള്ള വേണം നമ്മൾ കാര്യങ്ങൾ വിലയിരുത്താനായിട്ട്. ഈ സൈക്കോട്ടിക് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ സ്കിസോഫ്രീനിയ, ബൈപ്പോളർ ഡിസോർഡർ അങ്ങനത്തെ രോഗങ്ങളുടെയൊക്കെ ചികിത്സ ഏത് രീതിയിലാണ്? അപ്പോൾ ഇതിൻ്റെ തെറാപ്പി, ബാക്കി മരുന്ന് കഴിച്ചിട്ടുള്ള ചികിത്സ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊസീജിയർ എങ്ങനെ, എത്ര ഘട്ടങ്ങളിലായിട്ടായിരിക്കും? സാധാരണ നമ്മൾ മരുന്നുകളുടെ ഒരു ഇത് ആവശ്യമുണ്ട്. സ്കിസോഫ്രീനിയ പോലത്തെ രോഗങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും മരുന്നുകൾക്ക് പ്രധാനമായൊരു പങ്കുണ്ട്. ഇതിലൊരു പ്രോബ്ലം ഉള്ളത് ഇതിനെല്ലാം ഒരു ജനറ്റിക് എലമെൻ്റ് ഉള്ള അസുഖങ്ങളാണ്. സ്കിസോഫ്രീനിയക്ക് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 30% ഒരു ജനറ്റിക് ആയിട്ടുള്ള, അതായത് നമ്മുടെ ജീൻസ്, പാരമ്പര്യത്തിൻ്റെ ഘടകങ്ങളായിട്ടുള്ള ജീൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഒരു ജനറ്റിക് ആയിട്ടുള്ള ഒരു അടിസ്ഥാനം, അതായത് ചില കുടുംബങ്ങളിൽ ഈ നമ്മൾ സാധാരണ അതിൻ്റെ കണക്ക് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് പറയുകയാണെങ്കിൽ ശരാശരി ഒരു 100 പേരെ നമ്മൾ എടുക്കുക. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു 100 ആൾക്കാരെ അങ്ങ് വിളിച്ച് എടുത്തു കഴിഞ്ഞാൽ അതിൽ 1% സ്കിസോഫ്രീനിയ വരാനുള്ള സാധ്യത ജനറൽ പോപ്പുലേഷനിൽ. 100 പേരെടുത്താൽ ഒരാൾക്ക് ലൈഫ് ടൈമാണ് കേട്ടോ, അപ്പം ഉണ്ടാവണമെന്നില്ല, നമ്മൾ നോക്കുമ്പോൾ ഉണ്ടാവണമെന്നില്ല. പക്ഷേ അയാളുടെ ലൈഫ് ടൈമിൽ അയാൾക്ക് സ്കിസോഫ്രീനിയയുടെ സാധ്യത 1%. പക്ഷേ നമ്മുടെ ഫാമിലിയിൽ ഒരാൾക്ക് സ്കിസോഫ്രീനിയ ഉണ്ടെങ്കിൽ ആ റിസ്ക് 10% ആയി. 1% ഉണ്ടായിരുന്നത് 10%. ഫാമിലിയിൽ നമ്മുടെ ഒരു ബ്രദറോ ഫാദറോ സിബ്ലിങ്ങോ അങ്ങനെ ഒരു ക്ലോസർ റിലേറ്റീവ്സ് ഉണ്ട്. അത് പേരൻസൊക്കെ ആയി വരുമ്പോൾ അത് 20-30 അങ്ങനെ കൂടി വരികയാണ്. ഫാമിലി റിലേഷൻ നമ്മൾ ജനറ്റിക്കലി ക്ലോസറായി വരും തോറും റിസ്ക് കൂടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനൊരു ജനറ്റിക് എലമെൻ്റ് ഉണ്ടെന്ന് പറയുന്നത്. മരുന്നുകൾക്ക് ആദ്യത്തെ ഘട്ടത്തിൽ മരുന്നുകൾ ഈ പറഞ്ഞ മാതിരി ആ രോഗിയുടെ ഉറക്കം നോർമലൈസ് ചെയ്യും, അല്ലെങ്കിൽ അയാളുടെ പെരുമാറ്റത്തിലുള്ള ഈ ദേഷ്യം അങ്ങനത്തെ കുറേ പെരുമാറ്റങ്ങൾ കൺട്രോൾ ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത്. ക്രമേണ അയാളുടെ ചിന്തേനെ അത് കറക്റ്റ് ചെയ്തോളും, അയാളുടെ ഈ പറഞ്ഞ മിഥ്യാധാരണകളെ അതെല്ലാം കുറയ്ക്കും, അതിൻ്റെ തീവ്രത കുറച്ച് വരും. അങ്ങനെ ക്രമേണ ഇയാൾക്ക് ഈ റിയാലിറ്റിയുമായിട്ടൊരു ബന്ധം ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ അതിനൊപ്പം തന്നെയാണ് ഇയാൾക്ക് ഇത് വേണ്ടത്, ഈ വീട്ടുകാരുടെയും അല്ലെങ്കിൽ കൂടെയുള്ളവരുടെയൊക്കെ പിന്തുണയും സപ്പോർട്ടും ആ ഒരു രീതി. കാരണം നമ്മൾ തിരിച്ച് കൊണ്ടുവരേണ്ടതുണ്ട് ഇയാളെ. ഇയാളൊരു പോയതാണല്ലോ, എവിടേക്കോ പോയ ഒരാളാണ്, ഏതോ ഒരു അജ്ഞാത അല്ലെങ്കിൽ എന്താ പറയുക നമുക്കറിയാത്ത ഒരു തരം ലോകത്ത്, വിദ്യയുടെ ലോകത്തായിരുന്നു. അതിൽ നിന്ന് നമ്മൾ തിരിച്ച് കൊണ്ടുവരുമ്പോൾ കുറേ ബുദ്ധിമുട്ടുകളുണ്ടാവും അവർ. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ സപ്പോർട്ടും പിന്തുണയൊക്കെ വേണം. പിന്നെ പലപ്പോഴും വേറൊരു പ്രശ്നം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതിനൊരു സ്റ്റിഗ്മ എന്ന് പറയില്ലേ, ഒരു വിവേചനം, വേർതിരിവ്, രോഗി എന്നുള്ളൊരു മുദ്ര കുത്തലും ഒക്കെ ഉണ്ടാവുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര അപകർഷതാബോധം അനുഭവിക്കും തിരിച്ച് വരുന്ന സമയത്ത്. അപ്പോൾ ആ സമയത്താണ് മാക്സിമം നമ്മൾ ഇത് വേണ്ടത്, ഈ പിന്തുണയും സപ്പോർട്ടൊക്കെ വേണ്ടത്. എന്ന് വെച്ചിട്ട് അവരെല്ലായിടത്തും കൊണ്ടുപോയിട്ട് ഇയാൾക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് കാണിക്കേണ്ടതൊന്നും ആവശ്യമില്ല. അവർക്ക് അവരുടെ സമയം കൊടുക്കുക തിരിച്ചു വരാൻ. തിരക്കൂട്ടി നമ്മൾ കൊണ്ടുപോകും വേണ്ട, തീരെ നീ വരണ്ടെന്ന് പറയുകയും ചെയ്യാതെ ഒരു ഒപ്റ്റിമം ലെവലിൽ ചെറിയ തോതിലുള്ള പരിപാടികൾക്കൊക്കെ കൊണ്ടുപോകുക, അവർക്ക് കോൺഫിഡൻ്റ് ആവുമെന്ന് തോന്നുന്നു. അങ്ങനെ ആൾക്കാരുമായിട്ട് ക്രമേണ ഇടപഴകി വരുമ്പോൾ ഇയാൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരികയും കാര്യങ്ങൾ കുറേശ്ശെ ആയിട്ട് ചെയ്യാനൊക്കെ തുടങ്ങും. അങ്ങനെ നമുക്ക് അപ്പോൾ ഒരു എല്ലാ ഘട്ടങ്ങളും ഉണ്ട്. ഈ ആദ്യത്തെ മരുന്നിൻ്റെ ഘട്ടം, മരുന്ന് തുടർന്നുകൊണ്ടിരിക്കുന്നത് തന്നെ ഇത്തരത്തിലുള്ള ഘട്ടങ്ങൾ. പിന്നെ ഉള്ളത് ഇവർക്ക് അറ്റൻഷനൊക്കെ കുറവായിരിക്കും, ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധ ഉണ്ടാവില്ല. കാരണം അതുകൊണ്ടാണ് ഈ വിദ്യകളൊക്കെ വരുന്നത്. ബ്രെയിനകത്തുള്ള പ്രശ്നത്തിന് അറ്റൻഷൻ മെമ്മറിയൊക്കെ ചെറുതായിട്ട് അഫക്റ്റഡ് ആവുന്നുണ്ട്. അപ്പോഴാണല്ലോ ഈ ഇല്ലാത്ത ധാരണ. അപ്പം അതിന് ചില ടാസ്കുകൾ നമുക്ക് കൊടുക്കാം, ചില റിപ്പീറ്റഡായിട്ട് ചെയ്യുന്ന ചില കോഗ്നിറ്റീവ് റീട്രെയിനിങ് എന്ന് പറയും. അപ്പോൾ എന്തെങ്കിലും ഒരേ ടാസ്ക് ചില ഇത് കൊടുത്തിട്ട് നമ്മൾ അത് ഈ ഒക്യുപ്പേഷണൽ തെറാപ്പിയിലൊക്കെ അതാണ് ചെയ്യുന്നത്.
ഒക്യുപേഷണൽ തെറാപ്പി എന്ന് പറഞ്ഞ ചികിത്സയുടെ ഒരു ഭാഗമുണ്ട്. ഇപ്പോൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്, പിന്നെ ഇതുപോലെ റീഹാബിലിറ്റേഷൻ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഒക്യുപേഷണൽ തെറാപ്പി, അങ്ങനത്തെ ചില ടാസ്കുകൾ കൊടുത്തിട്ട് അവരുടെ ഈ ശ്രദ്ധകളും സ്കിൽസൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരിക. ഇതെല്ലാം കൂടെ വരുമ്പോൾ, അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് സമയമെടുക്കുന്ന ഒരു ചികിത്സയാണ് സ്കിസോഫ്രീനിയുടെ. കാരണം ഇതെല്ലാം കൂടെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം. അതേസമയത്ത് രോഗിയുടെ ആ ഒരു കോൺഫിഡൻസും ആത്മവിശ്വാസവും, എന്താ പറയുക, ആ ഒരു സ്വയം അവനവനെ കുറിച്ചുള്ള ആ ഒരു മതിപ്പുണ്ടല്ലോ, ഒരു സെൽഫ് ഇമേജ്, അതൊക്കെ നഷ്ടപ്പെടാതെ നമുക്ക് കൊണ്ടുപോകാനും കഴിയണം. അതാണ് പ്രധാനമായിട്ടും.